എന്റെ പൊന്നു മേഡം ഒന്നും പറയണ്ട. കടേന്ന് വരുന്ന വഴി 25 മിനിറ്റാ ഞാൻ ആ പാലത്തിന്റെ അടിയിൽ കയറി ഒളിച്ചിരുന്നത്. ഒളിച്ചിരിക്കോ? അതെന്തു പറ്റി? ആ സുധാകരനെ പേടിച്ചിട്ടേ. ഏത് സുധാകരൻ? ആ പലിശക്കാരൻ സുധാകരനെ. രാമേട്ടൻ ഒരു 50,000 രൂപ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. പലിശയാണെങ്കിൽ കൊടുത്തു മുടിഞ്ഞു. എങ്ങനെ കൊടുക്കാനാ? അപ്പൊ പാലത്തിന്റെ അടിയിലാണെങ്കിൽ പാലത്തിന്റെ അടിയിൽ, വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ. ഞാൻ രാമചന്ദ്രനോടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കാം. അയ്യോ, മേഡം വൈകിയത് എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞേ ഉള്ളൂ. അയ്യോ, മേഡം എന്തിനാ ഞങ്ങക്ക് കാശ് തരുന്നത്? ഞങ്ങള് മേടിച്ച കാശല്ലേ. ഞാനെന്നാ അടുക്കളയിലേക്ക് പോട്ടെ. പോട്ടെ മോളെ. ജയന്തി ചേച്ചി രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ജീവിതമല്ലേ മോളെ, ഒരുപാട് പേരെ നമുക്ക് കാണേണ്ടി വരും. അവര് പലതരക്കാരല്ലേ. അപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ എന്താണോ എവിടെ പോയാലും അത് സൂക്ഷിക്കാൻ നോക്കുക. നിന്നെ ഉണ്ടല്ലോ ആടിച്ചു വരും. കാണിക്കുന്നേ പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ നാശം പിടിച്ചവളെ എന്റെ മുമ്പിലേക്ക് പറഞ്ഞു വിടരുന്നു. വരും, നീ ഒന്ന് അടങ്ങ്. അടങ്ങണോ? എങ്കിൽ അമ്മ ഇവളോട് പറ, ഇനി എന്റെ നിഴൽ വിടുന്ന സ്ഥലത്ത് പോലും വന്നു പോരുന്നെന്ന്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടമ്മേ, പേടിക്കാനും നാടുവിടാനും ഞാനില്ല. ഞാനേ ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ തന്നെ. എന്റെ രാധികയെ ഞാൻ കണിമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അമ്മയെ കൊണ്ട് ഞാൻ അവളുടെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറ്റുകയും ചെയ്യും. മനസ്സിൽ വെച്ചോ. എന്തൊക്കെയായിട്ട് ഈ നടക്കുന്നേ? അധികം താമസിയാതെ കണിമംഗലത്തൊരു പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് നാട്ടുകാർ പറയും. നീ വാ മോളെ, വാ. ഇനി ഒരിക്കലും ഞാൻ പറയുന്നത് എന്റെ മോൻ അനുസരിക്കില്ല അല്ലേ അമ്മേ? അവനും എന്നോടൊരു തരി ഇഷ്ടമില്ല, വെറുപ്പ് മാത്രമേ ഉള്ളൂ. രാധികയെ അവനെയും പരമേശ്വരൻ പുറത്താക്കിയപ്പോ നീ ഇവിടെ തളർന്നു വീണു. അവന് ഇഷ്ടപ്പെട്ടവളുടെ കൂടെ പോകാതെ അവൻ നിന്റെ അടുത്ത് കാവലിരുന്നു. അത് അവന് നിന്നോടുള്ള സ്നേഹമാ. അത് നീ കണ്ടാലും കണ്ടില്ലെങ്കിലും. പത്മിനി, അവൻ ഒരൊറ്റ പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് രാധികയെ. അവൻ ഒരു പെണ്ണിന്റെ കഴുത്തിലെ താലി കെട്ടിയിട്ടുള്ളൂ, രാധികയുടെ കഴുത്തിൽ. അതൊക്കെ നിനക്ക് താമസിയാതെ ബോധ്യപ്പെടും. നിന്നെ അവൻ മനസ്സിലാക്കിയില്ലെന്ന് പറയാൻ എളുപ്പാ. അവനെ നീ മനസ്സിലാക്കിയോ? അതോ ഇല്ല. ഒരു നിമിഷം അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സത്യം എന്താടാന്ന് ചോദിച്ചോ? അതും ചോദിച്ചിട്ടില്ല. ചോദിച്ചു പോയാ നിങ്ങളുടെയൊക്കെ വാശി തോൽക്കില്ലേ?
ഐശ്വര്യ മാഡം. ആ ജയന്തി, ഞാൻ എത്താറായി. നീ എവിടെയാ നിൽക്കുന്നത്? ഞാൻ ആ അമ്പലത്തിന്റെ വഴിയിൽ നിൽപ്പുണ്ട്. അതെ, കുറച്ചു നേരമായി ഞാൻ അവിടെ നിൽക്കണു. ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. ഞാനിവിടെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാ? നീ വെയിറ്റ് ചെയ്, ഞാൻ ഉടനെ എത്താം. മാഡം, ശ്യാമ മാഡം ഒരാളെ സ്നേഹിക്കാന്ന് പറഞ്ഞാ അതൊരുമാതിരി അസ്ഥിക്ക് പിടിച്ച സ്നേഹമാണ്. ജയന്തിയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ മാഡം പറഞ്ഞ കോൺഫിഡൻസ് എനിക്കില്ല. മാലിനി, ശ്യാമ ഇപ്പോ എന്തിനും തയ്യാറായ നടക്കുന്നത്. ശ്യാമയോട് നേരിട്ടൊരു ഏറ്റുമുട്ടൽ പറ്റില്ല. അത് ചിലപ്പോ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും. പക്ഷേ അപകടത്തിലാവേണ്ടത് ശ്യാമയോ അവളുടെ മകളോ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ അതിനുള്ള മാർഗം ജയന്തി മാത്രം. ജയന്തിയെ എങ്ങനെ കുരുക്കണമെന്ന് എനിക്കറിയാം. എന്നാലും ഇങ്ങനൊരു കാര്യമൊക്കെ പറയുമ്പോ വഴി തെറ്റാനുള്ള മനസ്സുള്ളവരാ നമ്മളെ ജീവിപ്പിക്കുന്നത്. ജയന്തി വഴി തെറ്റും, എനിക്ക് ഉറപ്പുണ്ട്.